ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യന് NTPC അണ്ടർ ഗ്രാജുവേറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ് തന്നിട്ടുണ്ട് x+2 x+4. ഏരിയ തന്നിട്ടുണ്ട് 24. പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഏറ്റവും വലിയ സൈഡ് എന്തായിരിക്കും? ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതായിരിക്കും ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണെങ്കിൽ ആ പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുന്ന സൈഡുകൾ ഏതായിരിക്കും? ഈ എക്സും x+2 ആയിരിക്കും. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി എച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അല്ലേ? സോറി, ഹാഫ് ഇൻറ്റു ബി എച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. ഏരിയ കിട്ടില്ലേ? ഏരിയ കിട്ടും. ഏരിയ കിട്ടിക്കഴിയുമ്പോൾ x+2 വാല്യൂ നമുക്ക് എന്തെന്ന് പറഞ്ഞു കിട്ടും? 48 എന്ന് പറഞ്ഞു കിട്ടും. ഇനി ഒന്ന് ബുദ്ധി പ്രയോഗിക്കുക. രണ്ട് നമ്പർ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് 48 എഴുതണം. ആ രണ്ട് നമ്പർ എന്താ പ്രത്യേകത? എന്താ? ഒരെണ്ണത്തിനേക്കാളും 2 കൂടുതലായിരിക്കും രണ്ടാമത്തെ നമ്പർ. ഓക്കെ. അങ്ങനെയല്ല 48ന്റെ ഫാക്ടർ ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് ആലോചിച്ചാൽ മതി. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് സോൾവ് ചെയ്യാതെ ഇത് ബേസിക് ആയിട്ട് ആലോചിക്കുക. അപ്പോൾ എത്ര കിട്ടും? 6 എന്ന് പറഞ്ഞു കിട്ടും. 6 ആണെങ്കിൽ നമുക്ക് മറ്റേ ട്രിപ്ലറ്റ് അനുസരിച്ചിട്ട് 10 എന്ത് വരാൻ പോകുന്നേ? ഇതിന്റെ പെരിമീറ്റർ വരാൻ പോകുന്നത്. ശരിയാണല്ലോ. സോ ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 6 8 14. 14 10 24. സോ 24 ആയിരിക്കും ആൻസർ.